ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് PSG ഫ്രഞ്ച് സൂപ്പർ താരമായ ഡെംബലയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിക്കൊണ്ട് ആര് വരും, അഥവാ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം ബാലൻഡിയോർ പവർ റാങ്കിങ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കോർ 19 ആണ് ഇക്കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ തന്നെയാണ്. അതിൽ തർക്കങ്ങളൊന്നുമില്ല. കാരണം മികച്ച ഫോമിലാണ് എംബപ്പെ ഇപ്പോൾ കളിക്കുന്നത്. ലാലിഗയിൽ 13 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകൾ എംബപ്പെ നേടിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് കിലിയൻ എംബപ്പെ ഉള്ളത്. അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. രണ്ടാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ ഏർലിംഗ് ഹാലൻഡിന് കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഴ്സണൽ സൂപ്പർ താരമായ ഡെക്ലാൻ റൈസ് 3-ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ്. ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്നത് റൈസ് തന്നെയാണ്. അതുകൊണ്ടാണ് 3-ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ഇനി 4-ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ ആണ് ഉള്ളത്. 5-ാം സ്ഥാനത്തേക്ക് ലാമിൻ യമാൽ ഇപ്പോൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നേരത്തെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന യമാൽ ഇപ്പോൾ 5-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇങ്ങനെയാണ് ആദ്യ 5 സ്ഥാനക്കാർ വരുന്നത്. കിലിയൻ എംബപ്പയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഈ സീസൺ നീണ്ടു കിടക്കുകയാണ്. സാധ്യതകൾ ഇനിയും മാറി മറിയാം. എംബപ്പെ ഇതേ ഫോമിൽ തുടരുക തന്നെ വേണം. എന്നിട്ട് റയലിന് ചാമ്പ്യൻസ് ലീഗും ലാലിഗയും ഒക്കെ നേടിക്കൊടുക്കണം. എന്നാൽ അദ്ദേഹത്തിന് കന്നി ബാലൻഡിയോർ പുരസ്കാരം നേടാൻ സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.